ചിക്കൻ ഡ്രൈ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണിത്. ചിക്കൻ 65 റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഇൻഗ്രീഡിയൻസാണ് ഈ ചിക്കൻ ഫ്രൈയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ എല്ലോട് കൂടി കുറച്ച് ചിക്കൻ്റെ പീസസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ചുകൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തലിലൊക്കെ പൊടിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം ചേർക്കാൻ വിട്ടത് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് പോരാതെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. തികച്ചും ഓപ്ഷനിലാണ്, ചേർക്കുന്നത് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ കളർ ചേർക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഞാനിവിടെ ഫോട്ടോക്കൊക്കെ കിട്ടാൻ വേണ്ടി നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന് പകരം ഒരു ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്താൽ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ചിക്കനെല്ലാം മസാലാസ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എത്രത്തോളം വെക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഉള്ളു വേവാതെ പെട്ടെന്ന് പുറം മാത്രം കളർ ചേഞ്ച് ആവും. അപ്പോൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വേണം മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ. ഇപ്പം ചിക്കൻ്റെ എല്ലാ വശവും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്നൊരു ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ശരിക്കും ചിക്കൻ 65 കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.